രതി നിർവേദം. എടാ കാലാ, ചുമ്മാ നീ മുടിഞ്ഞു പോകത്തുള്ള നീ കാട്ടിക്കൊണ്ടുണ്ടല്ലോ ജീവിതം മൊത്തം പക്കാൻ പിടി നടക്കുന്നത്. എന്നാ പണിയാണ് നീ കാണിക്കുന്നത്? ഇവിടെ നിനക്ക് കോൺസെൻട്രേഷൻ ഇല്ല, ഏകാഗ്രത ഇല്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? പറഞ്ഞെന്താന്നോ, നിന്റെ കഞ്ചാവ് അടി മാൻ തിന്നു. ഓടിക്കളത് ഇവനെയൊക്കെ ദൈവമേ എങ്ങനെ എനിക്ക് വന്ന് ജനിച്ചു എന്ന് പഠിച്ച ഒരു വേദം ചെയ്ത് നോക്ക്. എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് അച്ഛനവിടെ പോണേ. എടാ വാറ്റി തരാൻ പഠിക്കാൻ പോലീസ് വരുന്നു. എന്നിട്ട് കാടിനകത്ത് കുടില് കെട്ടി കള്ളവാറ്റ് നടന്നോടാ. എന്റെ പൊന്നു സാറെ, കാട്ടിൽ കുടില് കെട്ടി കള്ളവാറ്റ് തുടങ്ങിയുള്ള സത്യമാ. ഒരു കുടില് വ്യവസായമാണ്. പച്ചലക്കകത്തുനിന്ന് പെട്രോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വാറ്റ് നടന്നോടാ. സാറേ, പച്ചിലായിരുന്നു പെട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ സാങ്ഷൻ എടുത്താ. പക്ഷെ ഇത് സംഗതി ഉണ്ടാക്കി വന്നപ്പോഴേ ഇവിടെ കയറോ സാധനം നാട്ടിലെ തൊടുമ്പോഴത്തേനും കൊണ്ട് കത്തിയൊക്കെ ഇറങ്ങുക. പിന്നെ ഞങ്ങൾ പുറത്തു കൊടുക്കാൻ പറ്റില്ല, ഒന്നും ഞങ്ങൾ അടിക്കുമായിരുന്നു. കാരണം ക്ഷമിക്കണം സാറേ, പാവുക സാറേ ഞങ്ങള്. എന്റെ മോടെ കല്യാണം 28-ാം തീയതി. കല്യാണം വിളിക്കാൻ വന്നാ. കല്യാണം വിളിക്കാൻ വന്നാ നിങ്ങൾ മാറി നിൽക്കണം. 28-ാം തീയതി വൈകിട്ട് ഞാൻ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. നിന്റെ ഒരു 10 കന്ന സാധനം വൈകിട്ട് വീട്ടിൽ കൊണ്ടു തരണം. എന്നാണ്? 28-ാം തീയതി. 28. മകനെ, ഓല 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 അടി ചെവിക്കടിച്ച് പറഞ്ഞു ഞാൻ. പാട്ട് പാടുന്നു. എടാ എടാ താളിയോല താടാ. താളിയോല. അറേ ഒരു മിനിറ്റ്. 26, 27. ഈ മാസം 28 ആര് പറഞ്ഞു? ഞാൻ രാവിലെ കലണ്ടർ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു 28. വീട്ടിലെ കലണ്ടർ ഉണ്ടായിരുന്നു. ഈ മാസം 28 ഉണ്ട്. പക്ഷെ 28-ാം തീയതി ഞാനില്ല. എനിക്കൊരു 28 കെട്ടൊന്ന് പോകണമെന്ന്. 28 കെട്ടിന് നിനക്ക് പോകണം. ഒരു കാര്യം, ഞാൻ നിന്നെ ഇപ്പം കൊണ്ടുപോയേക്കാം. അപ്പം നീ ഇങ്ങനെ 28 പോകണം. വരുമല്ലോ. 27 രാത്രി വരാം. 10 കന്നാ സാധനം. 10 കവർ. 10 കവറല്ല, 10 കന്നാസൻ. പറഞ്ഞിട്ട് കളിപ്പിക്കുവാണല്ലോ എനിക്ക്. കമ്മുണ്ടത്ത് വിടെ സാധനം വരാം. വരാം. അപ്പം 28-ാം തീയതി വൈകിട്ട് മോനെ, സാധനം കൊടുത്തില്ലെങ്കിൽ നീ ഉണ്ടതിനും ഞാനും ഉണ്ടതിനും. അച്ഛനെ നാട്ടിൽ പോയിട്ട് കുറച്ച് ചക്കരയും കുറച്ച് ബാറ്ററിയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരാം. മോൻ ഈ കാട്ടിനെ നല്ല വെടിക്കെട്ട് അട്ടകളും കുറെ തേളും കുറെ എന്താ പല്ലിയോ പഴുതാരും ഉടുമ്പോ ഒക്കെ പിടിച്ചു വെക്കാൻ നല്ല ഉഗ്ര സാധനം ഉണ്ടാക്കാം. ആഴ്ച ഇവിടെ മുതൽ ഇവിടെ നമ്മൾക്ക് പെരുത്തന്ന് കയറണം. ഇതെന്താണ് ഞാൻ ഈ കാണുന്നത്? ഇതെന്തൊക്കെയാണ്? ആരാണ് നീ? ഞാൻ വൈശാലി, അപ്പുറത്തെ ആശ്രമത്തിലെ മുനികുമാരിയാണ് ഞാൻ. പക്ഷെ ഞാൻ ഇന്ന് വരെ ഇവിടെ കണ്ടിട്ടില്ല. ഇതെന്തൊക്കെയാണ്? എന്താ ഈ കാട്ടിയത്? ഇത് ഞങ്ങളുടെ ആദ്യത്തെ മര്യാദയാണ്. ഇതാണ് ആദ്യത്തെ മര്യാദയെങ്കിൽ അവസാനത്തെ മര്യാദ എന്തായിരിക്കും? അതെ, പച്ചകുത്തു. മനസ്സിലായില്ല. ഈ പച്ചകുത്തൂന്ന് കുത്തും 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 കുത്തും. കള്ളൻ. ഈ പച്ച എന്തിനാ പുറകെ കുത്തുന്നേ? അക്ഷരം തെറ്റിയാ നിങ്ങൾ കാണൂല്ല, അതുകൊണ്ടാ. ഋഷിരാജ് സിംഗ്. ആരാണ്? സോറി, ഋഷി കപൂർ. ഋഷി കപൂറോ? ആരാണ്? തെറ്റിയല്ലോ. ആരാന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ. കളിയാക്കാനുള്ള പരിപാടി. ആരാണ്? നീ എല്ലാം മറക്കുന്നു. നീയാണ് പേരെന്താ മറന്നുപോയത്. ഞാനെല്ലാം മറക്കുന്ന. എന്തായിരുന്നു പേര്? എന്റെ ഋഷിരാജ്. അല്ല, എന്റെ ഋഷി. എന്റെ പേരിനർത്ഥം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഋഷ്യശൃംഗൻ. ഋഷ്യശൃംഗ, നീ നിന്റെ ദൗത്യം മറക്കുന്നു. അവൾ നിന്നെ തേച്ചിട്ട് പോവും. പിന്നെ നീ അനുഭവിച്ചോണം. നീ അവിടെ ഇരുന്നോണ്ട് നിന്റെ കാര്യം നോക്കിയാൽ മതി, മനസ്സിലായ? മര്യാദയ്ക്ക് പേര് ഓർത്ത് പഠിക്കാൻ നോക്ക്. എന്നാ നന്നാക്കാം. പശ്ചാത്തപിക്കേണ്ടി വരും. നീ പശ്ചാത്ത ഇവിടെ കല്ലുണ്ടോ? അവിടെ എന്താ നോക്കുന്നേ? അയ്യോ, അറിയല്ലേ. മണപ്രണാമം. മമ പ്രണാമം കുമാര.
ആരാണ് നിങ്ങൾക്ക്? ഇത് ഞങ്ങളുടെ രാജ്യത്തെ രാജാവാ. ഇത് ഞങ്ങളുടെ കുറ്റിയാണ്. കുറ്റിയോ? ഞങ്ങളുടെ രാജ്യത്തെ കുറ്റിയാണ്. ഇവളൊരു ദൗത്യവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ വളച്ചുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെത്തിയാൽ ഞങ്ങളുടെ രാജ്യത്ത് മഴ പെയ്യും. ആണോ? അതെ അതെ. എന്നാൽ ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തു. എന്തിന്? ഞാനും ഈ കുട്ടിയും തമ്മിൽ പ്രേമത്തിലാണ്. അമ്പട ജിഞ്ചിന്നാക്കടി പ്രേമമോ? ഞാൻ പ്രേമിക്കുക മാത്രമല്ല, പ്രേമിച്ച് വിവാഹം കഴിച്ച് ഇവിടെ തന്നെ ഞങ്ങൾ താമസിക്കുകയും ചെയ്യും. നിങ്ങൾ വിവാഹം കഴിച്ചോളൂ, പക്ഷെ അത് ഞങ്ങളുടെ രാജ്യത്ത് വന്ന് താമസിച്ചാൽ എന്താണ് കുഴപ്പം? ഒരിക്കലുമില്ല. അങ്ങോട്ട് വരാതെ ഞങ്ങൾ ഇവിടെ തന്നെ സുഖമായിട്ട് ജീവിക്കും. കുമാര, ഒരു കാര്യം പറയട്ടെ, മനസ്സിലാക്കണം. ഈ കൊടും കാട്ടിൽ താമസിച്ചാൽ കായ്കനികളും കിഴങ്ങുകളും എല്ലാം കഴിക്കാൻ കിട്ടൂ. അതെ. ഗ്യാസിന്റെ കംപ്ലൈന്റ് ഉണ്ടാകും. അവിടെ ആവുമ്പോൾ അമൃതത്തുണ്ട് ജീവിക്കാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ താമസിക്കൂ. അത് മാത്രല്ല, ക്ഷിപ്രകോപിയായ നിന്റെ അച്ഛൻ അറിഞ്ഞ നിന്റെ കവളടിച്ച് പൊട്ടിക്കും. വൈശാലി ഈ രാജനെ എന്നെ ശപിച്ചു പാറയാക്കും. രാജാവ് പാറയുള്ള അവസ്ഥ അറിയാവോ? അരിമ്പാറ പോലെയായിപ്പോ. ഈ അച്ഛൻ വരുന്നു. ഏത് പള്ളിയില്? പള്ളിയിലല്ല, ആശ്രമത്തിലെ അച്ഛൻ. എന്റെ അച്ഛൻ. അയ്യോ, അത് ഞാനാണല്ലോ. അല്ല, ആള് പോലെ. ക്ഷമിക്കണം മുനീർ ഭായി, ക്ഷമിക്കണം മുനീർ ഭായി, ക്ഷമിക്കണം. മുനീറോ? മുനീറല്ല, ഞാൻ മുനിയാണ്. അതെ, മുനി ഭായി ക്ഷമിക്കണം. ഞാൻ എന്ത് തെറ്റ് ചെയ്തു ക്ഷമിക്കാൻ? അത് ആരൊക്കെ എന്തൊക്കെ മനസ്സിലാവുന്നില്ല. അതെ, അങ്ങയുടെ മകൻ ഞങ്ങളുടെ രാജ്യത്തെ കുട്ടിയെ പ്രേമിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്റെ മകനോ? അതെ. ഇവിടെ എന്നെ കാട്ടിക്കുട്ടിയത് പ്രേമിച്ച് പോയ സാർ. പ്രേമിച്ചോ നീ? ആ കൊച്ചിന് ഇഷ്ടമായോ? എങ്ങനെ ഒപ്പിച്ചെടുത്തു? വന്നു കയറിയതാ. ഒരു കഴിഞ്ഞ് മീൻ വെക്കാറ് ഞാൻ ചോദിച്ചു. പച്ചക്കറി കൂട്ട് മടുത്തിരിക്കുക. അതിന് ഇവിടെ തന്നെ നിർത്തിക്കോ, അങ്ങോട്ടൊന്നും പറഞ്ഞു വിടണ്ട. നീ പ്രേമിച്ചോ കേട്ടോ, കല്യാണം ഞാൻ നടത്തില്ല. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. ഇല്ല, കൂട്ടിക്കൊണ്ട് പോകണ്ട, അവരിവിടെ താമസിക്കും. മുനീർ ഭായി അങ്ങനെ പറയരുത്. മുനി മുനി അങ്ങനെ പറയരുത്. എങ്ങനെ പറയണം? ഈ കുമാരനും കുമാരിയും ഞങ്ങളുടെ രാജ്യത്ത് എത്തിയാലേ എന്റെ രാജ്യത്ത് മഴ പെയ്യുള്ളൂ. അത് ആട്ടിക്കളയാതെ. അല്ല, അവൻ നടക്കില്ല. നടക്കില്ല. ആ കുട്ടി ഇവിടെ വേണം. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പച്ചക്കറി കൂട്ടിയിരിക്കും. ഞങ്ങൾക്ക് ആ കുട്ടി കുറെ മീൻകറി വെച്ച് തരട്ടെ, അതിലെ എന്റെ രസം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞങ്ങളുടെ നാട് വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ഞങ്ങളുടെ കൂടെ അയക്കണം മഹാപ്രഭു. ആയിക്കോട്ടെ, നിങ്ങൾ ഏത് രാജ്യം വന്നാ പറഞ്ഞത്? ഞങ്ങൾ അംഗരാജ്യത്തുനിന്ന് വരുന്നു. അംഗരാജ്യം? അതെ. അപ്പോൾ ഈ കുട്ടി ഞാൻ മാലിനിയുടെ മകൾ വൈശാലി. മാലിനിയുടെ മകൾ ആ. വൈശാലി? ഇത് നടന്നുകൂടാ. ഇല്ല, ഇത് നടക്കില്ല. അപ്പൊ അച്ഛൻ ആദ്യം സമ്മതിച്ചിട്ടപ്പ ഞാൻ അന്നേരം സംഭവിച്ചു. പക്ഷെ ഈ നിൽക്കുന്ന കുട്ടി നിനക്കറിയുമോ, ഒരു സീസണിൽ മഴയിലായിരുന്ന സമയത്ത് ഈ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി ഞാനാ പോയി മഴ പെയ്ച്ചത്. അന്ന് മാലിന്യുണ്ടായ ഒരു സിഗ്നേച്ചർ മോനെ നിൽക്കുന്ന കുട്ടി. ഈ കുട്ടി നിന്റെ പെങ്ങളാടാ, ചേച്ചിയാടാ, കണ്ടോ മോനെ? അപ്പോ പണ്ട് എന്റെ രാജ്യത്ത് മഴ പെയ്യിക്കാൻ വന്നത് അങ്ങാണോ? ഞാനാ മഴ പെയ്ച്ചത്. കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല മുനിവരിയ. സത്യം, എനിക്ക് മനസ്സിലായില്ല. അങ്ങ് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ക്ഷമിക്കണം മുനിവരിയ. അന്ന് അങ്ങയ്ക്ക് ഒന്നും തരാൻ എനിക്ക് സാധിച്ചില്ല. അതെ, ഒന്നും തരാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ പതിലേക്ക് ഇറങ്ങി ഓടുമല്ലായിരുന്നോ? ഒന്നും മേടിക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. ഈ അവസരത്തിൽ എനിക്കതിന് പ്രത്യുപകാരം ചെയ്യണം. എനിക്കതിന് പ്രത്യുപകാരം തന്നോളൂ, തന്നോളൂ. രണ്ട് കൈ കൂട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എനിക്കതിന് പ്രത്യുപകാരം ചെയ്യണം. എനിക്കതിന് പ്രത്യുപകാരം ചെയ്യണം. തന്നോളൂ. എന്റെ രാജ്യത്ത് വന്ന് പോക്കൃത്തരം കാണിച്ചിട്ട്